ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 ദിവസമായിട്ട് ചിന്നുവിനോടും ഹരിക്കുട്ടനോടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, പിടിപ്പായസം ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഇന്ന് അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അതിൻ്റെ പരിപാടി തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇനി ഇന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിതിന് നിന്നത്. അപ്പോൾ ചിന്നുമില്ല, ഹരിക്കുട്ടൻ പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് അവിടെ ആക്കിയിട്ടായിരുന്നു ഞാൻ മീറ്റിങ്ങിന് പോയിരുന്നത്. അപ്പോൾ അവനും വന്നിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഇനി കുറച്ച് കഴിഞ്ഞാൽ വരും. ഈ ചിന്നു സ്കൂളിൽ നിന്ന് വന്നിട്ടുമില്ല കേട്ടോ, അവൾക്ക് ഇന്ന് എക്സാം ആയത് കാരണം വന്നിട്ടില്ല. അപ്പോൾ ഞാനിതിൻ്റെ പരിപാടികൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ ഭയങ്കര ചൂടാണ്, എനിക്ക് അതിൻ്റേതായിട്ട് പുറത്തുനിന്ന് വന്ന കാരണം നല്ല വെയിലിലാണ് പോയിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പണികളുണ്ട്, ഇതിങ്ങനെ ഒന്നിങ്ങനെ ചെയ്തെടുക്കാൻ കുറച്ച് സമയം ഇരിക്കണം. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിപ്പോൾ ചിന്നു വരികയും ചെയ്തു. അപ്പോൾ ചിന്നു എത്തിയിട്ടപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് പിടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണല്ലോ, അപ്പോൾ എന്താണെന്ന് അത്ര അറിയില്ല. അപ്പോൾ ഞാൻ അത് ഒക്കെ റെഡിയാക്കിയിട്ട് തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ടുവന്നിട്ട് തേങ്ങ ചിരക കേട്ടോ. അപ്പോൾ അതിനിടയിൽ ചിന്നു അറിഞ്ഞിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കണമെന്ന് അവൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനവിടെ ഓണാക്കി വെച്ചതാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കിയിട്ട് തേങ്ങാപ്പാലൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ട് കാലത്തൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത വീട്ടുകളിൽ നിന്ന് ഈ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവരെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അത്ര അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ ഉണ്ടാക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടും പിടി ഉണ്ടാക്കണുണ്ടെന്ന് എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അവളങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിടിപ്പായസം ഏകദേശം റെഡിയായി. ഇതിന് കറിയെന്നും പറയലുണ്ട് തോന്നുന്നു, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിന്നു ഇത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. ചിന്നു മുൻപ് കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അത്ര അറിയില്ല, പക്ഷേ അവളിത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കണേ കേട്ടോ. അപ്പോൾ അവൾ വിളക്കൊക്കെ കൊളുത്തിയിട്ട് അവളും വരാൻ സമയമായി. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കി, വേഗം ചൂടോടെ തന്നെ ഞാൻ കഴിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, പറഞ്ഞ പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ ഏലക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ചിന്നു വന്നു, ചിന്നു വിളക്കൊക്കെ കൊളുത്തി നാമജൊല്ലലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അവളും കുടിക്കുക കേട്ടോ. അപ്പോൾ അവളും പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് എനിക്ക് പായസത്തിനേക്കാളും ഇഷ്ടമായി ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കണതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ പിടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, ഈ ഇതിലിരിക്കണ പിടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.